ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പേടിയാട്ടമ്മ കുളി കഴിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മകൻ്റെ കൂടെ തിരിച്ച് പേടിയാട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുന്നത്തെ തറവാട്ടിലൊക്കെ കയറി ഏകദേശം ഒരു വൈകുന്നേരത്തോടെ പേടിയാട്ടിലോട്ട് ഇനി എത്തുള്ളൂ. ഒരുപാട് പേര് ഈ അമ്മേൻ്റെയും മകൻ്റെയും പിറകെ അവിടെ വരെ ഇങ്ങനെ പോകട്ടോ. ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമുള്ള അമ്മേൻ്റെയും മകൻ്റെയും കൂടിക്കാഴ്ച കാണാനായിട്ട് എത്തിയ ജനത്തിരക്കാണ് ഇവരൊക്കെ. വാക്കടവിന് തൊട്ടടുത്തായിട്ട് തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഭാനുത്താത്തേൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി ചായ കുടിച്ചു. ഇതൊക്കെ അവർ തന്നെ വീട്ടിലുണ്ടാക്കിയ സ്നാക്സാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും പേടിയാട്ടിലോട്ട് തന്നെ തിരിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നത് ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് കേട്ടോ. കാരണം ഒരുപാട് തിരക്കായിരിക്കും പേടിയാട്ടമ്മേൻ്റെ പിറകെ പോകുന്ന ആൾക്കാരെ കൊണ്ട്. കോട്ടക്കടവ് മുതൽ റെയിൽവേ ഗേറ്റ് വരെ 2 കിലോമീറ്ററോളം ഏകദേശം ദൂരം. അവിടെ മുഴുവൻ റോഡ് സൈഡിൽ 2 ഭാഗത്തായിട്ട് നിറയെ കടകളാണ്. ഞങ്ങളും കുറച്ച് കമ്മലുകളും കുപ്പിവളകളൊക്കെ വാങ്ങി. സമയം കൂടുന്തോറും റോഡ് മുഴുവൻ ജനങ്ങളുടെ തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ്. ഇതാണ് കുന്നത്തെ തറവാട്. ഇവിടെ കൂടെ കയറിയിട്ടാണ് ജാദവനും അമ്മയും കൂടെ പേടിയാട്ടിലോട്ട് എത്തുക. റോഡ് സൈഡുകൾ മുഴുവനും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റി ഫുഡ്സും കിഡ്സ് പാർക്കും ടോയ്സും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസും പിന്നെ ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ 2 കിലോമീറ്റർ നടന്നതൊന്നും ഒട്ടും തന്നെ ഫീൽ ചെയ്യില്ല. അങ്ങനെ പേടിയാട്ടമ്മ ജാദവൻ്റെ സാന്നിധ്യത്തോടെ വീണ്ടും ക്ഷേത്രത്തിലോട്ട് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. ക്ഷേത്രത്തിൽ അമ്മേനെ ആക്കിയ ശേഷം വീണ്ടും തിരിച്ച് ജാദവൻ കോട്ടയിലോട്ട് വിഷമത്തോടെ പോകും. അങ്ങനെ അമ്മേനെ വീണ്ടും കാണാനായിട്ടുള്ള ജാദവൻ്റെ കാത്തിരിപ്പ് തുടങ്ങുകയാണ്. ജാദവനെ മാത്രമല്ല ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ നേരെ ജാദവൻ കോട്ടയിലോട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ ഇതുവരെ ജാദവൻ കോട്ടയിലോട്ട് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെയും കയറി ഒന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയും ചേച്ചിയും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ ഓരോ ചടങ്ങുകളെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് വിവരിച്ചു തന്നു. ജാദവൻ കോട്ടയിലെ പ്രധാന വഴിപാടാണ് ചൂടിക്കയർ സമർപ്പണം. അങ്ങനെ ജാദവൻ കോട്ടയും സന്ദർശിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. ഈ കടലുണ്ടി വാവുത്സവത്തോടു കൂടി മലബാറിലെ എല്ലാ ഉത്സവങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ വാവുത്സവ വിശേഷങ്ങൾ അവസാനിച്ചു. അടുത്ത വീഡിയോയായിട്ട് വരുന്നവരെ